الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله بلغ الرسالة أدى الأمانة نصح الأمة وكشف الله به الغمة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മുടെ റബ്ബും ഇലാഹുമായ അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും ശ്രദ്ധയോടെ പാലിക്കണം. അതനുസരിച്ച് ജീവിത ശീലങ്ങളും വ്യവഹാരങ്ങളും നടപടികളും കൊള്ളക്കൊടുക്കകളും ബന്ധങ്ങളും ബന്ധം വിച്ഛേദിക്കലും ഒക്കെ അതനുസരിച്ച് ചിട്ടപ്പെടുത്തണം. താൽക്കാലികമായ നേട്ടങ്ങൾക്കും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി തഖ്വയുടെ ചൈതന്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ജീവിതശീലങ്ങളുടെ ഭാഗമായി കൊണ്ടു നടക്കരുത്. അത് അവസാനം വലിയ നഷ്ടത്തിലേക്ക് നമ്മെ എത്തിക്കും. ഈ കാര്യം നമ്മളിലെ ഓരോരുത്തരും ഓരോ നിമിഷവും ഓർത്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ നിർവഹിക്കേണ്ട ക്രമപ്രകാരം തഖ്വ നിർവഹിച്ച് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും മാനിച്ച് ജീവിക്കുന്ന അവന്റെ ഇഷ്ടദാസരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഖൗമ് എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. ഖൗമ് എന്ന് നമുക്ക് സാധാരണ നമ്മൾ പറയും. നമ്മളുടെ സമുദായത്തെക്കുറിച്ച് ഈ ഖൗമിന് എന്തായാലും നേരം വെളുക്കൂല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ഖൗമ് എന്ന് നമ്മൾ തമാശക്ക് പ്രയോഗിക്കാറുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ സർവാത്മന തയ്യാറായി വന്നവർ എന്ന് കരുതപ്പെടുന്ന മുസ്ലിം സമൂഹത്തെ ഖൗമ് എന്ന് അറബിയിൽ സമുദായം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ പറ്റുന്ന ഖൗമ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടില്ല. പകരം വിശുദ്ധ ഖുർആൻ പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പരിശോധിക്കാം. അതിൽ ഹിസ്ബ് എന്ന പ്രയോഗമുണ്ട്, ഉമ്മത്ത് എന്ന പ്രയോഗമുണ്ട്, മില്ലത്ത് എന്ന പ്രയോഗമുണ്ട്. അങ്ങനെ പല പ്രയോഗങ്ങളുമുണ്ട്. അത് വിശകലനം ചെയ്യുമ്പോൾ ഈ സമൂഹത്തിന്റെ, മുസ്ലിം ഉമ്മത്തിന്റെ സ്വഭാവം, പ്രകൃതം, നിലപാട്, കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നിപ്പോ ഞാനൊരൊറ്റ കാര്യമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. അതായത് മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു വിശേഷിപ്പിച്ച
ഈ ഉമ്മത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വിശേഷിപ്പിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയുമ്പോൾ ഒരൊറ്റ വ്യക്തിയാണ്. കാന ഇബ്രാഹിമ കാന ഉമ്മത്തൻ, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാഹ് എന്ന് പറയുന്ന പ്രസ്താവനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു വ്യക്തിയെ, ഒരു ഉമ്മത്ത്, ഒരു സമൂഹം, ഒരു ജനത എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം എന്ത് നിലപാടാണ് ആ പ്രവാചകൻ എടുത്തത്? ആ നിലപാടിനോട് തുടർന്നു വന്ന ആ പ്രവാചകന്റെ അനുചരന്മാർ എന്ത് സമീപനമാണ് കൈക്കൊണ്ടത്? അതിന്റെ ഫലമായിട്ട് പിൻകാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്തതി പരമ്പരകളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളും പരിഗണനകളും അവഗണനകളുമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്നു ചേർന്നത്. ചിലർക്ക് പരിഗണന കിട്ടി, ചിലർക്ക് അവഗണന സംഭവിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന ഒരു ലഘുവായ പരിശോധന മാത്രമാണ് ഇന്ന് ഈ ഖുതുബയിലൂടെ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. വിശേഷിച്ച് ഇപ്പോൾ ഹജ്ജിന്റെ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജിനെ സംബന്ധിച്ചുള്ള ചർച്ചകളിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ സ്വാഭാവികമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മുസ്ലിം ഉമ്മത്ത് എങ്ങനെ ആദരിക്കുന്നോ അതുപോലെ അദ്ദേഹത്തെ ആദരിക്കുന്ന രണ്ട് സമൂഹങ്ങൾ വേറെയുമുണ്ട്. ഒന്ന് ജൂത സമൂഹമാണ്, മറ്റൊന്ന് ക്രൈസ്തവ സമൂഹമാണ്. കാരണം അവരൊക്കെ അവരുടെ ആദർശ പുരുഷനായിട്ട്, അവരുടെ വിമോചകനായിട്ട്, അവരുടെ രക്ഷകനായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കാണുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിനു ശേഷം അന്തർദേശീയാടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തല്ലാതെ ലോകത്ത് ചുറ്റിക്കറങ്ങി എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ സത്യസന്ദേശം എത്തിക്കുക എന്ന് പറയുന്ന ഒരു ചുമതല അള്ളാഹു ഏൽപ്പിച്ച ആദ്യ പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റേത് നമുക്കൊക്കെ അറിയാം. ആദം നബി അലൈഹിസ്സലാമിന് ശേഷം വിശുദ്ധ ഖുർആനികമായി നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിനെ മറികടക്കുന്ന വേറെ ചരിത്ര രേഖകൾ, ആധികാരികതയുള്ളത് നമ്മുടെ മുമ്പിലൊന്നും ലഭ്യവുമല്ല. എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാമിന് ശേഷം ഒരു ജനതയിലേക്ക് വന്ന ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമാണ്. പക്ഷെ ആ ജനത എന്ന് പറയുന്നത് വളരെ ചെറിയ ഭൂമിയിൽ മനുഷ്യർ സംഘടിതമായി ജീവിതം ആരംഭിച്ചതിന്റെ വളരെ ആദ്യഘട്ടത്തിലുള്ള ഒരു ജനതയാണ്. രൂപം കൊണ്ടുവന്ന ഒരു ചെറു സമൂഹമാണ്. ചെറുതെങ്കിലും ആ സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അതിനുശേഷം പിന്നീട് ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക ജനതയിലേക്കെന്നല്ലാതെ ഒരു അന്തർദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു പ്രബോധന ദൗത്യം ഏൽപ്പിക്കപ്പെട്ട, അള്ളാഹുവിനാൽ ഏൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെ, പിന്നെ സിറിയ, ജോർദാൻ, പലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലൊക്കെയും ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്ന് ഒരൊറ്റക്കൊരു വ്യക്തി, ഓർക്കണം, അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം ഇതിനൊന്നും അനുകൂലമല്ല. ഈ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അതിലേക്ക് പോകാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന്റെ കുടുംബ സാഹചര്യം ഇതിനനുകൂലമല്ല. വേണ്ട വിധത്തിൽ ഇന്നിപ്പോ ഏതാണ്ട് ഒരു 4000 സംവത്സരങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിമേ നീ മുസ്ലിമാക്, അഥവാ എനിക്കുള്ള അനുസരണത്തിൽ മുഴുസമയവും നീ നിലനിൽക്കുന്നവനാവ്. നീ നിനക്ക് തോന്നിയതുപോലെ നിന്റെ കാര്യലാഭങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലരെയും അനുസരിച്ച് പല വഴിക്ക് ജീവിതം വീതം വെച്ച് അങ്ങനെ ലക്ഷ്യബോധമില്ലാത്തവനാകരുത്. പകരം ഈ ആകാശം ആരെ അനുസരിക്കുന്നോ, ഈ ഭൂമി ആരെ അനുസരിക്കുന്നോ, ഈ സൂര്യചന്ദ്ര നക്ഷത്രാദികളൊക്കെയും ആരുടെ കൽപ്പനകൾക്ക് വിധേയമാണോ, ഈ വെള്ളവും വെളിച്ചവും വായുവും മനുഷ്യർക്ക് ഉദാരമായി ആരാണോ നൽകിക്കൊണ്ടിരിക്കുന്നത് അവന്റെ കൽപ്പനകൾക്ക് വിധേയമാകണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം. ഇബ്രാഹിമേ നീ മുസ്ലിമാവ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം.
അദ്ദേഹത്തിന്റെ നാഥൻ അദ്ദേഹത്തോട് ഇബ്രാഹിമേ നീ മുസ്ലിമാവ് എന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ സർവ്വലോക രക്ഷിതാവായ റബ്ബിന് അള്ളാഹുവിന് സർവാത്മന എന്നെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ഇതൊരു പ്രസ്താവിച്ച് വീട്ടിൽ പോയിരിക്കല്ല, ഈ പ്രസ്താവന അദ്ദേഹം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് ഈ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെയുള്ള, അതിനിടയിൽ അറബ് രാഷ്ട്രങ്ങൾ പലതുമുണ്ട്, ഈ രാഷ്ട്രങ്ങളിലൊക്കെയും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. അതിനു പുറമെ സിറിയ, ജോർദാൻ, പലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രബോധന ദൗത്യവും സാന്നിധ്യവും ഉണ്ടായി. എന്നിട്ട് അങ്ങനെ അദ്ദേഹം പണിതുയർത്തിയ ഈ ചെറുതെങ്കിലും തന്റെ പരിശ്രമങ്ങളിലൂടെ സന്ദേശം എത്തിച്ച പ്രദേശങ്ങളിൽ, ആ പ്രദേശങ്ങളിൽ അതിന് വളർച്ചയുണ്ടാവണം, ആശയപരമായ വളർച്ചയുണ്ടാവണം. അതിന് മേൽനോട്ടം വഹിക്കാൻ ആള് വേണം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നമുക്കെല്ലാം അറിയുന്ന ട്രാൻസ് ജോർദാൻ എന്ന് അറിയപ്പെടുന്ന പ്രദേശത്ത് ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറേബ്യ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധകനായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ സിറിയ, ഫലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിലെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി നിർവഹിച്ചു. ഒരൊറ്റ വ്യക്തി അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അദ്ദേഹത്തിൽ നിന്ന് ലോകത്ത് പ്രബലമായ രണ്ട് സമൂഹങ്ങൾ ഉണ്ടായി. പ്രബലമായ രണ്ട് സമൂഹങ്ങൾ. ഒന്ന് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബി എന്ന ആ പ്രവാചകന് ഇസ്രായേൽ എന്ന ഒരു പേരും കൂടിയുണ്ട്. അങ്ങനെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം, ഒരു വലിയ തുടർച്ച, പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള, ഒരു പ്രവാചകൻ കഴിഞ്ഞാൽ അടുത്ത പ്രവാചകൻ, അത് കഴിയുമ്പോൾ അടുത്ത പ്രവാചകൻ, ഇങ്ങനെ പ്രവാചകന്മാരുടെ പാരമ്പര്യമുള്ള അവരുടെ ആ ബനു ഇസ്രായേൽ സമുദായത്തിന് നേതൃത്വം കൊടുത്തതൊക്കെ മാറി 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 പ്രവാചകന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ മകൻ യാക്കൂബ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാം, അങ്ങനെ തുടങ്ങി അയ്യൂബ് നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാം, സുലൈമാൻ നബി അലൈഹി സ്വലാം, ഇല്യാസ് നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, അങ്ങനെ പ്രവാചകന്മാരുടെ ഒരു പരമ്പര. അന്ന് ലോകത്തിന്റെ നേതൃത്വം അവരുടെ കയ്യിലാണ്. ലോകത്തെ മുസ്ലിം ഉമ്മത്തിന്റെ നന്മയുടെ ധാരയുടെ നേതൃത്വം. മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നന്മയുടെ ധാര, ജീവിതത്തെ ശരിയായ രീതിയിൽ കാണുന്ന ഒരു വിഭാഗം. അഹങ്കാരവും ധിക്കാരവും കൊണ്ട് ഭൂമിയിൽ നാശമുണ്ടാക്കുകയല്ല, പടച്ചവനെ വിധേയപ്പെട്ട് അവനെ അനുസരിച്ച് ഭൂമിയിൽ നന്മയുണ്ടാക്കുക. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഈ ഭൂമിയിൽ നാശവും കുഴപ്പവും ഉദ്ദേശിക്കാത്ത ആളുകൾക്കാണ് പരലോകത്ത് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ പരലോകത്തെ സ്വർഗം ഇഹലോക ജീവിതത്തിലെ നിലപാടുകളുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ഒരു കാഴ്ചപ്പാട് പ്രബോധനപരമായ തന്റെ ദൗത്യത്തിലൂടെ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ആ ഒരു സ്വഭാവത്തിൽ ബനു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പരമ്പര തന്നെ, പ്രവാചകന്മാരുടെ സാന്നിധ്യമുള്ള ഒരു ജനാവലി, വലിയ ഒരു ചരിത്രം അവരുടേത് ലോകത്തിന്റെ മുമ്പിലുണ്ട്. മസ്ജിദുൽ അഖ്സ അന്ന് വിശ്വാസികളുടെ കേന്ദ്രവുമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിലും മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. അതാണ് വിശ്വാസികളുടെ കേന്ദ്രം. ആ കേന്ദ്രവും ആ പാരമ്പര്യവും ആ പൈതൃകവും ദൈവികമായ ആ അംഗീകാരവും അന്ന് ബനു ഇസ്രായേൽ സമൂഹത്തിനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഈ വിശ്വാസി സമൂഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു സ്ഥിരാകേന്ദ്രം എന്ന നിലക്ക് മസ്ജിദുൽ അഖ്സ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കുറെ കഴിഞ്ഞുപോയി, പല പ്രവാചകന്മാരും വന്നു. മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സമൂഹം ഈ പ്രവാചകന്മാരുടെ അനുയായികളായി അവരുടെ നേതൃത്വത്തിൽ വളർന്ന ഈ സമൂഹം പല സ്വഭാവത്തിലുള്ള വ്യതിചലനങ്ങളിലേക്കും എത്തി. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഒക്കെ കാലത്ത് ബനു ഇസ്രായേലിന്റെ സ്വഭാവം എന്ത് എന്നറിയാൻ സൂറത്തുൽ ഖസസിലൂടെ ഒന്നിങ്ങനെ കണ്ണോടിച്ചാൽ മതി. അപ്പൊ അങ്ങനെ അത്രത്തോളം അവർ അധപ്പതിച്ചു. എത്രത്തോളം അധപ്പതിച്ചു എന്ന് ചോദിച്ചാൽ, മറ്റ് സമുദായങ്ങൾക്ക് ആരാധനാമൂർത്തികൾ ഉള്ളതുപോലെ മൂസ ഞങ്ങൾക്കും ആരാധനാമൂർത്തികളെ നിശ്ചയിച്ചുതാ
എന്ന് പറയുന്നിടത്തോളം അവര് വിശ്വാസപരമായി അധപ്പതിച്ചു. രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും നിരപരാധികളുടെ ജീവൻ കൊണ്ട് കളിക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ അമർച്ച ചെയ്യേണ്ടത് നന്മ ഉദ്ദേശിക്കുന്ന സംഘത്തിന് അധികാരമുണ്ടെങ്കിൽ അവരുടെ ചുമതലയാണ്. സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചുമതല നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനത പറഞ്ഞു, നീയും നിന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്യും. സ്ഥിതിയൊക്കെ നന്നായി അനുകൂല സാഹചര്യം ആണെങ്കിൽ ഞങ്ങളോട് പറ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരാം. ആയത്തൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെ ഇതൊന്നും വിശദീകരിക്കൽ ഇപ്പൊ എന്റെ ഉദ്ദേശമല്ല. ഞാൻ ഈ ഒരു അന്തരീക്ഷം പറഞ്ഞത് മൂസാ നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ വംശാവലിയിലൂടെ ഇബ്രാഹിം നബിയുടെ അനന്തരഗാമികളായിട്ട് വന്ന ജനത വളരെ അന്തസ്സോടെ നിലകൊണ്ട കാലമുണ്ട്. അന്ന് അവർക്ക് പ്രതാപമുണ്ട്. ആ അന്തസ്സിൽ നിന്ന് അവർ താഴോട്ട് പോന്നിട്ടുണ്ട്. ആ താഴോട്ട് പോകുന്നതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇബ്രാഹിം മൂസയോട് ആരാധ്യമൂർത്തിയായിട്ട് ഞങ്ങൾക്കൊന്നിനെ നിശ്ചയിച്ചതാ, അല്ലെങ്കിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്റെ കൂടെ വരൂ എന്ന് പറയുമ്പോ നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യും, ഞങ്ങൾക്കിപ്പോ അതിന് ഒഴിവില്ല എന്ന് പറയുന്നിടത്തോളം വിശ്വാസപരമായി അധപ്പതിച്ച ഒരു സമുദായമായിട്ട് അവർ മാറി. ഇതേ സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വംശാവലിയിലെ മറ്റൊരു വിഭാഗമാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ഇസ്മായിലി കുടുംബ പരമ്പര, അതിലാണ് മുഹമ്മദ് മുസ്തഫ. ഖുറൈശികൾ എന്ന് നമ്മൾ പറയുന്ന ഗോത്രം അറേബ്യയിലെ പ്രബലമായ ഒട്ടുമിക്ക ഗോത്രങ്ങളും പല നിലക്ക് ഈ ഇസ്മായിലി കുടുംബ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതും വന്ന് മുട്ടി നിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്ക് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് പ്രവാചകന്മാരുടെയും നന്മയുടെ പ്രബോധനത്തിന്റെയും സത്യപ്രചാരകരുടെയും ചലനങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ആ ചലനങ്ങളൊക്കെയും രണ്ടു വഴിയിലൂടെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലേക്കാണ് എത്തി നിൽക്കുന്നത്. അത്രയും വലിയ ചലനം ഒരു വ്യക്തിയുടെ ദൃഢനിശ്ചയത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നു എന്നതായിരിക്കാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. ഇരിക്കട്ടെ, അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ആ കുടുംബ പരമ്പരയിൽ പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും രംഗത്ത് വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ വിശ്വാസി സമൂഹങ്ങൾ നമുക്കറിയാവുന്നതുപോലെ മക്കയിലും മദീനയിലുമായിട്ട് മാതൃകായോഗ്യമായ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്നും അവസാനം നമുക്ക് തിരിച്ചു ചെല്ലാനുള്ളത് ആ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്കാണെന്നുമുള്ള ബോധം. ഇതാണല്ലോ ദീനിന്റെ കാമ്പ് എന്ന് പറയുന്നത്. ഇതാണ് ദീനിന്റെ കാമ്പ് എന്ന് പറഞ്ഞത്. നമുക്കിപ്പോ എന്ത് പണിയെടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ, ഞാനിത് പല സന്ദർഭത്തിലും ആവർത്തിച്ച് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പണിയാണ് എടുക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ, നമുക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിന്, ഏതെങ്കിലും പാർട്ടിക്കല്ല, മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു എന്ത് പണിയാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് പണിയേ ചെയ്യാനുള്ളൂ. ഒന്ന്, അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക. സമുദായത്തെ ക്ഷണിച്ചാൽ പോരാ, മൊത്തം മനുഷ്യരെയും ക്ഷണിക്കുക. കാരണം എന്താണ്? മനുഷ്യർക്ക് വേറെ ഒരു രക്ഷയുടെ വഴിയുമില്ല. അവർക്ക് വായു നൽകിയതാരാണോ, അവർക്ക് വെള്ളം നൽകിയതാരാണോ, അവർക്ക് വെളിച്ചം നൽകിയതാരാണോ, അവൻ തന്നെയാണ് ഈ ദീനും നൽകിയത്. ആ വായു അവർക്ക് സ്വീകാര്യമാണെങ്കിൽ, ആ വെള്ളം അവർക്ക് സ്വീകാര്യമാണെങ്കിൽ, ആ വെളിച്ചം അവർക്ക് സ്വീകാര്യമാണെങ്കിൽ ഈ സന്മാർഗവും അവർക്ക് സ്വീകാര്യമായിരിക്കും. ആ വെളിച്ചം കൊണ്ട് അവർ രക്ഷ നേടുന്നുണ്ടെങ്കിൽ, ആ വായു കൊണ്ട് അവർ രക്ഷ നേടുന്നുണ്ടെങ്കിൽ, ആ വെളിച്ചം കൊണ്ട് അവർ രക്ഷ നേടുന്നുണ്ടെങ്കിൽ ഈ ദീന് കൊണ്ടും അവർ രക്ഷ നേടും. അപ്പോ ഈ ദീൻ അവർക്ക് യഥാവിധി അതിന്റെ ഗൗരവത്തോടെ എത്തിച്ചു കൊടുക്കുക മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹണത്തിന് വേണ്ടിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചത്. ഈ ബാധ്യതയുടെ നിർവഹണത്തിനാണ് അദ്ദേഹത്തിന്റെ രണ്ട് സന്താനങ്ങളും, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ ധാര ഒരു വഴിക്ക്, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ധാര വേറൊരു വഴിക്ക് വിപുലമായ പ്രചാരണങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് അവസാനം അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെത്തുന്നത്. അപ്പം മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാനുള്ള ഒന്നാമത്തെ ദൗത്യം അള്ളാഹുവിനും അവന്റെ ദൂതനുമുള്ള അനുസരണത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക എന്നതാണ്. അതിന്റെ ന്യായമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുസ്ലിം ഉമ്മത്തിന് നിർവഹിക്കാനുള്ള രണ്ടാമത്തെ ദൗത്യം, ഈ മനുഷ്യരുടെ മുഴുവൻ മുമ്പിൽ നമുക്ക് പറയാൻ, അവരെ ബോധ്യപ്പെടുത്താനുമുള്ള രണ്ടാമത്തെ കാര്യം, എന്ത് കളി കളിച്ചാലും അന്തിമമായി തിരിച്ചു ചെല്ലാനുള്ളത് അവന്റെ മുമ്പിലേക്കാണ്. അപ്പൊ രണ്ട് പണിയെ നമുക്ക് ചെയ്യാനുള്ളൂ. ഒന്ന്, അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുക.
ഏതൊക്കെ ഭാഷയിൽ എന്തൊക്കെ ന്യായം പറഞ്ഞ് എപ്പോഴൊക്കെ വിളിച്ചാലാണോ മാറ്റം ഉണ്ടാവുക, ആവർത്തിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കാം. ഇതാണ് മുസ്ലിം ഉമ്മത്തിന് ചെയ്യാനുള്ള ഒരു പണി. രണ്ടാമത്തെ പണി, തിരിച്ചു ചെല്ലുന്നത് റബ്ബിന്റെ മുമ്പിലേക്കാണ്. ഉത്തരം പറയാതെ, അവന്റെ മുമ്പിൽ ഉത്തരം പറയാതെ അണു അളവ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് നമുക്ക് സ്വയം ബോധ്യമുണ്ടാവുക. നമ്മൾ ഇടപഴകുന്ന മുഴുവൻ മനുഷ്യരെയും ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇതാണല്ലോ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഏൽപ്പിച്ച പണി. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ് എന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കാണാപാഠമായ ഈ സൂക്തം ഇതാണ് മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നത്. നോക്കൂ നിങ്ങൾ, കുൻതും ഖൈറ ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കാന ഉമ്മത്തൻ, ഒരൊറ്റ മനുഷ്യൻ ഉമ്മത്തായിരുന്നു എന്ന്. നമ്മൾ ഇത്രയുമുണ്ട്, നമുക്ക് വിവരമുണ്ട്, നമുക്ക് വിഭവമുണ്ട്, നമുക്ക് അനുകൂല സാഹചര്യമുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒറ്റക്ക് നിർവഹിച്ച ആ ദൗത്യം ഇന്ന് ഇത്രയും അധികം ആളുകളുള്ള ഈ ഉമ്മത്ത്, ഈ രാജ്യത്തിനകത്ത്, ഈ സംസ്ഥാനത്തിനകത്ത്, ഈ രാഷ്ട്രത്തിനകത്ത്, മൊത്തം ലോകത്ത് മുസ്ലിം ഉമ്മത്ത് എത്ര അളവിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കൂ. അവിടെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശക്തി എന്താണ്, അവരുടെ ദൗർബല്യം എന്താണ് എന്ന വിഷയം വരുന്നത്. നേരത്തെ ഞാനിപ്പോ ഈ ഓതിയ ആയത്തുണ്ടല്ലോ, കുൻതും ഖൈറ ഉമ്മ എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിന്റെ ബാക്കി കൂടിയുണ്ട്. അതിന്റെ ബാക്കി നേരത്തെ ഞാൻ പറഞ്ഞ ചർച്ചയുമായിട്ട് വലിയ ബന്ധമുള്ളതാണ്. അതെന്താ? ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ സന്തതി പരമ്പരകളിലൂടെ ബനു ഇസ്രായേൽ പെരുകി പ്രവാചകന്മാരുടെ മേൽ പ്രവാചകന്മാർ എന്ന നിലക്ക് നേതൃത്വം നൽകി ആ സമുദായത്തെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പണിയും നടത്തിയിട്ട് സൂറത്തുൽ ഖസസില് മൂസാ നബിയുടെ കൗമിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലുള്ള ഒരു കൗമായിട്ട് അവർ ക്രമേണ അതപ്പതിച്ചു. ഈമാനില്ലാതായി, സംസ്കാരമില്ലാതായി. കാലം ദീർഘിച്ചു, അവരുടെ ഹൃദയം കടുത്തു, ഒട്ടുമിക്കവരും അധർമ്മകാരികളായി എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ നവോന്മേഷം, ഈമാനിന്റെ ഒരു നവോന്മേഷം, പരിവർത്തനത്തിന്റെ ഒരു പുതിയ കാറ്റ് അറേബ്യയിൽ രൂപപ്പെട്ടു വരുന്നത്. അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ സന്നദ്ധമാണെന്ന് മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ട് പണിയുണ്ടല്ലോ, അള്ളാഹുവിനും അവന്റെ റസൂലിനുമുള്ള അനുസരണത്തിലേക്ക് വിളിക്കുക, അള്ളാഹുവിലേക്കാണ് തിരിച്ചു ചെല്ലാനുള്ളത് എന്ന ബോധം ജനമനസ്സുകളിൽ അങ്കുരിപ്പിക്കുക. ഈ രണ്ട് പണിയിലും അവർ സജീവമായിട്ട് ഏർപ്പെട്ടു. എന്നിട്ട് അള്ളാഹ് പറയാണ്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഇന്ന് ഒരു ഖൈറ ഉമ്മത്തായി തീർന്നിരിക്കുകയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ ഒരു ഖൈറ ഉമ്മത്തായി മാറിയിരിക്കുകയാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, നന്മ തിന്മകളുടെ ഉറവിടമായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഖുർആൻ പറയാണ്, വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. ഈ പാക്കേജ്, ഏത് പാക്കേജ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജസീറത്തുൽ അറബിൽ ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയ ഈ പാക്കേജ്, ഈ വിമോചനത്തിന്റെ സ്കീം, ഈ ഇഖാമത്തുദ്ദീനിന്റെ പദ്ധതി മുമ്പ് ഞാൻ അഹ്ലുൽ കിതാബിനെ നൽകിയതാണ്. അല്ലാഹ് പറയണം, മുമ്പ് ഞാൻ അഹ്ലുൽ കിതാബിനെ നൽകിയതാണ്. വലൗ ആമന അഹ്ലുൽ കിതാബി, ആ ആയത്തിന്റെ ബാക്കിയാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ് വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. അഹ്ലുൽ കിതാബിന് ഈ പാക്കേജ്, വിമോചനത്തിന്റെ ഈ പാക്കേജ് ഞാൻ നൽകിയപ്പോ അവർ അത് അങ്ങനെ തന്നെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലഹും, അവർക്കത് ഉത്തമമായേനെ. മിൻഹുമുൽ മുഅ്മിനൂൻ വഅക്സറുഹുമുൽ ഫാസിഖൂൻ. അവരിൽ ഒറ്റ വിശ്വാസം ഇല്ല എന്നൊന്നും പറഞ്ഞൂടാ. അല്ലറ ചില്ലറ ഒറ്റയും തെറ്റിയായിട്ട് കുറച്ചൊക്കെ ഈ മുഅ്മിനുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ആരുടെ കൂട്ടത്തിൽ? അഹ്ലുൽ കിതാബിന്റെ കൂട്ടത്തിൽ, അഥവാ ജൂതന്മാരുടെ കൂട്ടത്തിൽ, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ. ജൂതന്മാർ എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ കാലത്തെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ഈസാ നബിയുടെ കാലത്തെ മുസ്ലിങ്ങൾ. അവര് പിന്നെ മുഹമ്മദ് നബി വരുന്നോടുകൂടി മുഹമ്മദ് നബിയെ സ്വീകരിക്കേണ്ടിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അവരാ നിന്നിടത്ത് നിന്നു, അവരാ വാദിച്ചതിൽ അവര് നങ്കൂരമിട്ട് നിന്നു. ലെവലേശം മാറ്റത്തിന് അവർ തന്നെ സന്നദ്ധമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രണ്ട് കൈയും നീട്ടി ഏതു നിലക്കും സ്വീകരിക്കാൻ ബാധ്യസ്ഥരായ ആ ജനത പുറംതിരിഞ്ഞു നിന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ ലീഡർഷിപ്പ് അവരിൽ നിന്നെടുത്ത് ഇസ്മായിലി കുടുംബ പരമ്പരയിൽപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു.
കുന്തും ഖൈറ ഉമ്മ എന്ന ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഈ ലീഡർഷിപ്പ് മാറ്റമാണ്. അതുവരെയും മസ്ജിദുൽ അഖ്സയായിരുന്നു വിശ്വാസികളുടെ കേന്ദ്രം. ഈ നേതൃത്വം, ലോക നേതൃത്വം ഇവരിലേക്ക് മാറിയപ്പോ ഇസ്ഹാഖ് നബിയുടെ പരമ്പര വംശാവലിയിൽ നിന്ന് ലോക നേതൃത്വം ഇസ്മായിൽ നബിയുടെ വംശാവലിയിൽ തുഴട്ട മുഹമ്മദ് നബിയിലേക്ക് മാറിയപ്പോ സ്വാഭാവികമായിട്ടും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ലോകത്തിന്റെ ഖിബില മസ്ജിദുൽ ഹറാമിലേക്ക് മാറുകയും ചെയ്തു. അള്ളാഹുവിനെ പരിഗണിക്കുമ്പോ അവൻ പരിഗണിക്കുമെന്നും അള്ളാഹുവിനെ കൈവിടുമ്പോ അള്ളാഹു കൈവിടുമെന്നും അള്ളാഹു കൈവിട്ടാൽ പിന്നെ കാൽക്കാശിന്റെ വില ആരുടെ കണ്ണിലും ഉണ്ടാവുകയില്ലെന്നും മുസ്ലിം ഉമ്മത്തിന് ബോധ്യപ്പെടാൻ ഇതിനേക്കാളും വലിയ വേറൊരു ചരിത്രവും ആവശ്യമില്ല. ഇതേക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു ചില പണികൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ കാര്യങ്ങളോടും ഒപ്പം എന്ന് പറഞ്ഞാൽ ലേശം മുൻഗണനയോടെ അള്ളാഹു ഏൽപ്പിച്ച ആ ദൗത്യവും കൂടി ഏറ്റെടുക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മ ഒരു സമൂഹം, ആദർശ സമൂഹം എന്ന നിലവാരത്തിലേക്ക് ഉയരൂ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവചരിത്രത്തെക്കുറിച്ചുള്ള വളരെ ചെറിയ ഈ ഒരു വിശകലനം നമുക്ക് നൽകുന്ന പാഠം. അതനുസരിച്ച് നമ്മുടെ കർമ്മ പദ്ധതികളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സമയം കണ്ടെത്താൻ കഴിയണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ആരെയൊക്കെ നീ തിരിച്ചു വിളിച്ചോ അവരോടൊക്കെയും നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ ഞങ്ങളുടെ ഈ സംഗമത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടേക്ക് പോലും വരാൻ കഴിയാത്തവർ വേദന തിന്ന് വീടുകളിലുണ്ട്. പടച്ചവനെ, അവരോടൊക്കെ നീ കരുണ കാണിക്കണേ അല്ലാഹ്. ഇസ്ലാമികമായ മാർഗത്തിൽ ഒരുമിച്ച് ദീർഘകാലം മുന്നേറാൻ ഉള്ള ആഫിയത്തോടുകൂടി ആഫിയത്ത് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ മേലെ പലതരത്തിലുള്ള അതിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീതിയുടെ പക്ഷത്തെ നീ ബലപ്പെടുത്തണേ അല്ലാഹ്. സത്യത്തിന് നീ നിന്റെ സഹായമുണ്ടാകണേ തമ്പുരാനെ. പടച്ചവനെ, അവസാനം ഞങ്ങളെ എല്ലാവരെയും മഹാന്മാരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات استغفروه إنه هو الغفور الرحيم.